ഹലോ ഗൈസ്, സമയം ഇപ്പോൾ 11 മണി. നിങ്ങൾക്ക് നാളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു അസൈൻമെൻ്റ് ഉണ്ട്. നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി നിങ്ങളെ കമ്പ്യൂട്ടർ ഓണാക്കി ആൻഡ് യു ആർ റെഡി. നിങ്ങൾ ഫുൾ സെറ്റാണ്, എന്തും ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ആദ്യത്തെ സെൻറ്റൻസ് തയ്യാറാക്കി ആൻഡ് സംഹൗ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. നിങ്ങൾ അവസാനം ഒരു മിസ്റ്റർ ബീൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇതുപോലത്തെ അവസ്ഥയിൽ വന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ ആ അവസ്ഥയിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. ബട്ട് വാട്ട് ഇഫ് ഐ ടോൾഡ് യു ദർ ഇസ് എ തിങ്, അതായത് നിങ്ങളെ തലച്ചോറ് ലോക്കായി, ഒരു വർക്കിൽ ലോക്കായിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കാൻ പോലും മറന്നു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എൻ്റർടൈൻമെൻറ്റ് വാച്ച് ചെയ്യാൻ പോകുന്നത് പോലും മറന്നു പോകുന്നൊരവസ്ഥ. നിങ്ങൾ അത്രയും വർക്കിൽ ഫോക്കസ് ആയിരിക്കുകയാണ്. നിങ്ങൾ വർക്കിനെ ഏറ്റവും രസകരമായി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ വർക്ക് അന്നത്തെ ദിവസം പൂർത്തിയാക്കുക. ഇതിനാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച്, അതിൻ്റെ എങ്ങനെയാണ് ഞാനത് കണ്ടെത്തിയത് എന്നതിനെ കുറിച്ചും. സോ ഹിയർസ് ദ തിങ്, ഞാൻ ഈ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അവർ നമുക്കില്ലാത്തതെന്തോ വലിയ വലിയ ചിന്താഗതി, അല്ലെങ്കിൽ നമുക്കില്ലാത്തെന്തോ വലിയ തലച്ചോറോ, അല്ലെങ്കിൽ നമുക്കില്ലാത്തെന്തോ എക്സ്ട്രാ വിൽ പവറോ, അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്കില്ലാത്ത എന്തെങ്കിലും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മേശപ്പുറത്തിരുന്ന് ഓരോ ദിവസം കംപ്ലൈൻറ്റ് പറയാറുണ്ടായിരുന്നു. ദിസ് ഇസ് ബോറിങ്, ഈ പണി ബോറിംഗ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഇനിയിപ്പോൾ രാത്രി തടിക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി നോക്കാം, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ എന്തെങ്കിലും കേൾക്കാം. ആൻഡ് ഒരു ദിവസം രാത്രി, ഞാൻ ഇതിന് അത്ര അഭിമാനമൊന്നുമില്ല, പക്ഷേ ഞാൻ അന്നത്തെ രാത്രി എനിക്കൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹെഡ്ഫോൺ ഓണാക്കി ഞാൻ ആ പ്രൊജക്റ്റിലോട്ട് ഇരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ നിർത്തിയില്ല. മണിക്കൂറോളം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു ബ്രേക്കും ഞാൻ എടുത്തില്ല. ഒരു ഭക്ഷണവും ഞാൻ കഴിച്ചില്ല. ഒരു സ്ക്രോളിങ്ങോ, ഞാൻ ഫോണിൽ എന്തെങ്കിലും കണ്ട് സ്ക്രോൾ ചെയ്യോ ചെയ്തില്ല. ഞാൻ എൻ്റെ പഠിത്തം മാത്രം. അവസാനം എൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 45 മിനിറ്റ് കഴിഞ്ഞെന്ന്. പക്ഷേ അത് ആക്ച്വലി 3 മണിക്കൂറായിരുന്നു അപ്പോൾ നിരന്തരമായി കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പോലും അറിയാതെ ഞാനൊരു അബദ്ധത്തിൽ ഞാൻ അതിലോട്ട് കടക്കുകയായിരുന്നു. ടേൺസ് ഔട്ട് ഇറ്റ് ഈസ് ഫ്ലോ സ്റ്റേറ്റ്. സൈക്കോളജിസ്റ്റ് മിഹാലി കസൻറ്റമില്ലി, യെസ് ഇറ്റ്സ് എ റിയൽ നെയിം. അതൊരു ശരിക്കത്തെ പേരാണ്. എനിക്ക് പ്രൊണൗൺസിയേഷൻ ചെയ്യാനറിയില്ല. ഞങ്ങൾക്ക് ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ ഈ എക്സാക്റ്റ് ഫീലിങ്ങിനെയാണ് അദ്ദേഹം പഠിക്കാൻ വേണ്ടി ഒരുപാട് വർഷങ്ങളോളം ചെലവഴിച്ചത്. ഇനി എന്താണ് കറക്റ്റ് ഫ്ലോ സ്റ്റേറ്റ്, എന്താണ് ശരിക്കും ഫ്ലോ സ്റ്റേറ്റ്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ വിഷയത്തിലോട്ട് കടന്നുതരാം. വാട്ട് ഈസ് ആക്ച്വലി എ ഫ്ലോ സ്റ്റേറ്റ്? ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങളെ തലച്ചോറ് ഒരു സാധാരണ മനുഷ്യനിൽ നിന്നൊരു സൂപ്പർ ഹ്യൂമൻ മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സമയത്ത് നമ്മളെ തലച്ചോറിലൊരു നമ്മളെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഇവിടെ ഓഫ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധാരണ ഉണ്ടാവാറുള്ള നമ്മുടെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തകൾ അവിടെ ഓഫാവും. അതുപോലെ തന്നെ നിങ്ങളുടെ തലച്ചോറിൽ ഒരു തരം ഡോപ്പമിൻ ഫ്ലഡ് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളെ നെറോഫെനറിൻ, അങ്ങനെ ഒരുപാട് കെമിക്കൽസ് അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, നിങ്ങളെ തലച്ചോറ് ഒരു സൂപ്പർ ഹ്യൂമൻ മോഡിലോട്ട് മാറും. ബട്ട് ഹിയർസ് ദ കീ തിങ്, ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രത്യേക ഒരു സന്ദർഭത്തിൽ മാത്രമേ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമില്ല. അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം. അതായത് ഒരു ലൈൻ, ആ ഒരു ലൈനിൻ്റെ ഒരു സൈഡിൽ ഭയങ്കര ബോറടി, അതേമാതിരി ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഫ്ലോ, അതായത് ഒരു ടാസ്ക് ഈസി ആണെങ്കിൽ നിങ്ങൾ ബോറടിക്കും, അല്ലെങ്കിൽ ഒരു ടാസ്ക് കൂടുതൽ ഹാർഡാണെങ്കിൽ നിങ്ങൾ ആങ്ഷ്യസ് ആവും, അതായത് നിങ്ങൾ പേടിക്കും. അപ്പോൾ ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് സംഭവിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്ലോ സ്റ്റേറ്റിലോട്ട് കടന്നു പോകാം, അതായത് എങ്ങനെ നിങ്ങൾക്കും അത് അച്ചീവ് ചെയ്യാൻ പോകുന്നുള്ളതിനെ കുറിച്ചാണ്. നമ്പർ 1, കിൽ ദി നോട്ടിഫിക്കേഷൻ. അതായത് നമ്മൾക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഫോണിൻ്റെ ആൽഗോരിതം എന്ന് പറയുന്നത് തന്നെ $1 ബില്യൺ കമ്പനികൾ നമ്മളെ അറ്റൻഷൻ, നമ്മളെ ശ്രദ്ധനെ പിടിച്ചു പറ്റാൻ വേണ്ടി ഒരു പ്രത്യേകതരം ആൽഗോരിതം ഉണ്ടാക്കണം. അതുകൊണ്ട് ഇങ്ങൾക്കോ എനിക്കോ അതിനെ ഒരിക്കലും തടുക്കാൻ കഴിയും. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ഫോണെടുത്ത് അപ്പോൾ ടിപ്പ് നമ്പർ 2, രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ സെറ്റ് എ സ്പെസിഫിക് ടാസ്ക്. അതായത് ഒരു കൃത്യമായ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു ടാസ്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇന്നൊരു സമയം
കറക്റ്റ് ടൈമിൽ ഞാൻ അത് മാത്രം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഞാൻ ഫസ്റ്റത്തെ ഒരു കട്ട് മാത്രം എഡിറ്റ് ചെയ്യും എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ഫസ്റ്റത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു കട്ട് ചെയ്തില്ല, ഒരു ടൈപ്പ് കുറച്ചും കൂടി നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ടെക്നിക്ക്. നിങ്ങളെ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്ക് അതിന് വേണ്ടി കറക്റ്റ് റെഡിയാക്കി വെക്കുക, ഒരു ടൈമും റെഡിയാക്കി വെക്കുക. ടിപ്പ് നമ്പർ 3, അതായത് ഒരു ട്രിഗർ റൂട്ടീൻ തയ്യാറാക്കാം. അപ്പോൾ യൂസ് എ ട്രിഗർ റൂട്ടീൻ. അതായത് എങ്ങനെ വെച്ചാൽ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത്ലീറ്റ്സ് എപ്പോഴും ചെയ്യണ ഒരു പരിപാടിയാണ്. അതായത് കായിക താരങ്ങൾ, നമ്മുടെ ഫുട്ബോൾ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ഇവരൊക്കെ സ്ഥിരമായി ചെയ്യണ ഒരു പരിപാടിയുണ്ട്. അതായത് വെച്ചാൽ ഇവരെ ആ ഒരു കളിക്കുന്നതിന് മുമ്പ് ആ ഒരു കളിയിൽ എത്താൻ വേണ്ടിയിട്ട് ഇവർ ഫസ്റ്റ് ഭയങ്കര വ്യായാമം ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്താണ് അവർക്ക് ആ ഒരു സോണിൽ, ഇവിടെ സോണ് എന്നാണ് പറയുന്നത് ഈ കളിക്കാർ ചെയ്യണത്. അപ്പോൾ ഈ സോണിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യണ ഒരു മുമ്പുള്ള ഒരു പരിപാടികളുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ത്യ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, കമ്പ്യൂട്ടർ ഓണാക്കുക, ഇതിൻ്റെ വർക്ക് മാത്രം ഓപ്പൺ ആക്കിയിടുക. പൊതുവെ ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ മാക്സിമം നെറ്റ് ഓഫ് ആക്കിയിടും, ഈ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കാരണം നെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് നമ്മളെ തലച്ചോറ് പല ഭാഗത്തേക്കും പോകും. കാരണം അത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി അത് കാരണം ഒരുപാട് നിൽക്കുന്ന സംഭവമല്ല, നമ്മൾക്ക് പിടിച്ച് നിൽക്കുന്നത്. ഇതിൻ്റെ ആൽഗോരിതം എന്ന് പറയുമ്പോൾ നമ്മളറിയില്ല, അത് വേറെ ലെവലാണ്. അപ്പോൾ ടിപ്പ് നമ്പർ 4, അതായത് 4ാമത്തെ പോയിന്റ്, സ്റ്റാർട്ട് വിത്ത് എ സ്ലൈറ്റ്ലി ഹാർഡ് വെർഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല ആ കറക്റ്റ് ആയിട്ടുള്ള ആ സ്വീറ്റ് സ്പോട്ട്, അതായത് കൂടുതൽ എളുപ്പമുള്ളത്. ഒരിക്കലും നമ്മളൊരു ടാസ്ക് കൂടുതൽ എളുപ്പമുള്ള ഒരു ടാസ്ക് എടുക്കരുത്. അതായത് കുറച്ചൊരു ഒരു പൊടിക്ക് ഹാർഡായിട്ടുള്ള ടാസ്ക് എടുക്കുക എപ്പോഴും. ഇപ്പോൾ നിങ്ങളൊരു എസ്സേ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡിങ് മാത്രം നിൽക്കാതെ നമ്മൾ ശരിക്കത്തെ ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എഴുതുന്ന ഭാഗത്തേക്ക് തുടക്കി എഴുതുക. അവിടെയാണ് ശരിക്കത്തെ ഫ്ലോ സ്റ്റേറ്റ് കിടക്കുന്നത്. അതായത് ഓവർ ഹാർഡ് ആവാൻ പാടില്ല, എന്നാൽ ഏറ്റവും എളുപ്പമാവാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് സ്പോട്ട് നിങ്ങൾ കണ്ടെത്തുക. ടിപ്പ് നമ്പർ 5, അതായത് 5ാമത്തെ പോയിന്റ്, പ്രൊട്ടക്ട് ദ ഫസ്റ്റ് 10 മിനിറ്റ്. ആദ്യത്തെ 10 മിനിറ്റ് നമ്മൾ സംരക്ഷിക്കാം. കാരണം നമുക്കറിയാം ഈ ഫ്ലോ എന്ന് പറഞ്ഞത് ഒരിക്കലും ഒറ്റയടിക്ക് സംഭവിക്കുന്ന കാര്യമില്ല. അതിൻ്റെതായുള്ള സമയമാണ്. ദർസ് എ വാം അപ്പ് ഫേസ്. അതിനൊരു വാം അപ്പ് ഫേസ് ഉണ്ട്. നിങ്ങളെ തലച്ചോറ് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വാതിലുകൾ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 10 മിനിറ്റ് അതിനെ ബ്രെയിനെ ഒന്ന് നിർത്താൻ വേണ്ടി ഒരു ക്ഷമ കൊടുക്കണം. അതായത് ഈ 10 മിനിറ്റിന് ശേഷം നമ്മളെ ഈ ഫ്ലോ സ്റ്റേറ്റ് ഒന്ന് ഓണാവുള്ളൂ. ആ 10 മിനിറ്റിനെ നിങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നിങ്ങളെ 5ാമത്തെ പോയിന്റ്. അതായത് പഠനങ്ങൾ പറയുന്നുണ്ട് 10ഓ 15ഓ മിനിറ്റ് ശേഷമാണ് ഫ്ലോ നമ്മളെ തലച്ചോറിൽ കിക്കാവാൻ തുടങ്ങുക എന്നുള്ളത്. സോ യുവർ ഓൺലി ജോബ് ഈസ് ഫസ്റ്റത്തെ 10 മിനിറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുകയാണ് ഗൈസ്, നിങ്ങൾ സാധാരണ മനുഷ്യനല്ല, നിങ്ങൾ സൂപ്പർ ഹ്യൂമൺ ആവാൻ പോവാണ് ഗൈസ്. ഒരിക്കലും ആ 10 മിനിറ്റിന് ഒരിക്കലും ഡോണ്ട് ക്വിറ്റ്. ജസ്റ്റ് ആ ടാസ്കിൽ നിന്ന് മുഴുകിയിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ പോയിന്റുകൾ. ഇനി പറഞ്ഞുതരാൻ പോകുന്ന എന്താ കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു മാജിക് ഒന്നുമല്ല. അത് നിങ്ങളെ അസൈൻമെൻറ്റും താനെ എഴുതി തരുന്നില്ല. അത് നിങ്ങളെ ഡെഡ് ലൈനൊന്നും ഒരിക്കലും ഇല്ലാതാക്കുന്നില്ല. പക്ഷേ ഇത് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഏറ്റവും കഷ്ടപ്പാടുള്ള പണിനെ ആ ടോർച്ചറിങ് എല്ലാത്ത രൂപത്തിലേക്കായി മാറും. അതായത് ആ ടോർച്ചറിനെ നിങ്ങൾക്ക് ഒന്ന് സഹിക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. അത് കുറച്ചുകൂടി എളുപ്പമായി തോന്നി. അതായത് നമ്മളെ ലക്ഷ്യം എന്താ വെച്ചാൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ട്, അതായത് ആ പണിനെ നിങ്ങൾക്ക് കറക്റ്റായി വ്യക്തമാക്കുക. ആദ്യത്തെ 10 മിനിറ്റ് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്, ദ ഹോൾ ഫോർമുല. നിങ്ങൾ എന്താ വെച്ചാൽ ആ ഫോണിലുള്ള ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് ഒഴിവാക്കിയാണ്ട് ഇന്ന് രാത്രി തന്നെ ട്രൈ ചെയ്യും. നിങ്ങൾ വർക്ക് ആവുകയാണെങ്കിൽ തിരിച്ചു വന്നതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ആൻഡ് ഇഫ് ഡസൻറ്റ് വർക്ക് അപ്പോഴും എൻ്റെ കമൻറ്റിൽ കമൻറ്റ് ചെയ്യും. എനിക്ക് എന്താണ് തെറ്റ് പറ്റിയത് എനിക്ക് ശരിക്കും അറിയണം. സോ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കുക എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ്. അതിനനുസരിച്ചുള്ള അറിവുകൾ ഞാൻ അടുത്ത വീഡിയോയിലോട്ട് അയക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒന്ന് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും വിടുന്നതാണ്. ഇതുപോലത്തെ പ്രൊഡക്ടിവിറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ മോട്ടിവേഷനെ കുറിച്ചും സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇനിയും വിടുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.